എല്ലായിടത്തും ഇപ്പം നല്ല മഴയും കാറ്റും ഒക്കെയാണല്ലേ. പലയിടത്തും പല നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കിവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഈ മഴയും കാറ്റിൻ്റെയൊക്കെ കാര്യം പറഞ്ഞപ്പോഴേ, പണ്ടൊക്കെ മഴയൊക്കെ പെയ്താൽ എൻ്റെയൊക്കെ വീട്ടിൽ മഴയും കാറ്റും എവിടെയെങ്കിലും പെയ്താൽ മതി അപ്പോഴും കറണ്ട് പോകുമായിരുന്നു. അപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ വലിയ മഴയും കാറ്റൊക്കെയാണ്, ഒരു ദിവസമൊക്കെ കഴിയും. അപ്പോഴേ നമ്മളൊക്കെ വീടുകളിൽ രാത്രിയാകുമ്പോഴേ മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ചാണ് ഇരിക്കുന്നത്. മെഴുകുതിരിയൊന്നും കത്തിക്കുന്ന അത്ര വല്ലപ്പോഴും കത്തിക്കും, കൂടുതലും മണ്ണെണ്ണ വിളക്കാണ്. അപ്പോൾ 2, 3, 4 മണ്ണെണ്ണ വിളക്കുകളൊക്കെ വീടുകളിൽ കാണാറുണ്ട്. പക്ഷേ ഇന്നത്തെ കുട്ടികൾ അതൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ കുറച്ചും കൂടി നാട്ടിൻപുറത്തിലൊക്കെ താമസിക്കുന്നവർ വീടുകളിലുണ്ടെന്ന് തോന്നുന്നു. എൻ്റെയൊക്കെ കൂടലിലെ വീട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കേശപ്പനെ അങ്ങനെ വലുതായിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച് അതൊന്നും കണ്ടിട്ടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന്. കാണിച്ചു കൊടുക്കുന്നത് വേറൊന്നുമല്ല, ഈ നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മണ്ണെണ്ണ വിളക്കുകൾ കത്തിച്ച് കുറേ നാളാകുമ്പോൾ ചീത്തയായൊക്കെ പോകാറുണ്ട് പണ്ട് വീടുകളിൽ. അപ്പോൾ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു കുപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ട് അമ്മയൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പോൾ അതായിരുന്നു കുപ്പി വിളക്കിലായിരുന്നു പിന്നെ മണ്ണെണ്ണ വിളക്കായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇന്നൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് സാധനമൊന്നും വേണ്ട. വീട്ടിൽ പൊട്ടുന്ന ഒരു കുപ്പിയും ഒരു തിരിയും ഒക്കെ മാത്രം മതി. മണ്ണെണ്ണയും വേണം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. വാ. കേശപ്പൻ്റെ ആണെങ്കിൽ ഒരു മരുന്ന് കുപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കുപ്പി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് പൊട്ടുന്ന ടൈപ്പ് കുപ്പിയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു തിരിയും തെറുത്തെടുത്തിട്ടുണ്ട്. പഴയ ഒരു മുണ്ടിൻ്റെയാണ്. ഇത് നമുക്കിതൊന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം. ഇതിനകത്ത് കുറച്ച് മരുന്നുണ്ട്, ഇത് വേണ്ടാത്ത കളയാനുള്ള. അപ്പോൾ ഇതിനെ കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് എടുക്കാം. അതായത് കുപ്പിയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഈ അടപ്പിന് ഇവിടെ ഒന്ന് ഹോളിട്ട് കൊടുക്കാം, ആ തിരി ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ആ തിരിയൊക്കെ ആണെങ്കിലേ കുപ്പിയിലൊക്കെ ഒന്ന് ഇട്ടൊക്കെ നോക്കി കേട്ടോ, കറക്റ്റാണോ, നീളം കറക്റ്റാണോ എന്നൊക്കെ. കുറച്ച് ആ കുപ്പിക്കകത്ത് ഇങ്ങനെ മുങ്ങിയൊക്കെ കിടക്കണമല്ലോ മണ്ണെണ്ണയ്ക്കകത്ത്. പിന്നെ അതേ മണ്ണെണ്ണയൊക്കെ നിറച്ചൊഴിക്കുന്നില്ല, കുറച്ചൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് തിരി മുങ്ങി കിടക്കാനുള്ള രീതിയിൽ മണ്ണെണ്ണ ഒഴിച്ചു. പിന്നെ അതിൻ്റെ 2 സൈഡിലെ അറ്റമൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ കളഞ്ഞിട്ട് നേരെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച് വെച്ചാൽ വീടൊക്കെ നല്ല പുകയാകും കേട്ടോ. പണ്ട് പിന്നെ പുകയാകുന്ന ഇതൊന്നും ശ്രദ്ധിക്കുകയൊന്നുമില്ലല്ലോ ആരും. അങ്ങനെ അതിൻ്റെ അറ്റത്ത് കുറച്ച് മണ്ണെണ്ണയൊന്ന് പറ്റിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്, അത് കത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നല്ല കത്തിച്ചു. അപ്പോൾ ഇത് അമ്മ കണ്ടിട്ട് പറഞ്ഞ് പന്തം പോലെ കത്തുന്നുണ്ടെന്ന് പറഞ്ഞു. കാര്യം ഈ തിരിയുടെ അറ്റത്തെ ഒരു സാധനം ഇങ്ങനെ ചുരുട്ടി വെക്കും. അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം.